ശ്രീ നിർമ്മൽ എബ്രഹാം, ഇവിടെ ഇപ്പോൾ വിചാരിച്ച ലക്ഷ്യങ്ങളിലേക്ക് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ എത്താനായോ എന്നൊരു സംശയം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് പല കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അതൊന്നും നേടാനായിട്ടില്ല എന്നത് മനസ്സിലാക്കാം. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെന്ന് വെളിപ്പെട്ടിട്ട് പോലുമില്ല, അല്ലെങ്കിൽ വ്യക്തമാക്കാൻ പോലും കഴിയാത്ത സാഹചര്യം പോലുമുണ്ട്. ഇവിടെ 100 ദിവസം പിന്നിടുമ്പോൾ എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത്? ഇറാന്റെ ചെറുത്തുനിൽപ്പാണോ കാണുന്നത്? കഴിഞ്ഞ ദിവസം മുജ്തബ ഖമനയുമായി ഒരു സമാധാന കരാർ ഉണ്ടാക്കിയാൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുന്ന ട്രംപിനെ നമ്മൾ കണ്ടു. ലബനനിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഹിസ്ബുള്ളയുമായി ചർച്ച നടത്തി എന്ന് ട്രംപ് തന്നെ പറയുന്നു. അപ്പോൾ പ്രോക്സി സംഘടനകളുമായും അതിൻ്റെ നേതാക്കന്മാരുമായി ചർച്ച നടത്താനും ഈ റെജിം ചേഞ്ചിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച അമേരിക്ക അവിടുത്തെ പരമോന്നത നേതാവുമായി ആശയവിനിമയത്തിന് തയ്യാറാണെന്ന് പറയുന്നതുമൊക്കെ കേൾക്കുമ്പോൾ അത് ആരുടെ വിജയമാണ്? ഇതിനകത്ത് അമേരിക്കയ്ക്ക് ലക്ഷ്യമില്ല എന്ന് ഞാൻ പറയില്ല. ലക്ഷ്യത്തോടു കൂടിയാണ് ഇറങ്ങിയത്, പക്ഷെ അത് മിസ്പ്ലേസ്ഡ് ആയിപ്പോയി. അതായത് ആദ്യത്തെ ലക്ഷ്യം സാധിക്കാതെ വന്നപ്പോൾ അല്ലെ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്കും പുതിയൊരു ലക്ഷ്യം ഉണ്ടാക്കുന്നു. അതും സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ മൂന്നാമതൊരു ലക്ഷ്യം പറയുന്നു. അങ്ങനെ വന്നിപ്പോ ആറാമത്തെ ലക്ഷ്യത്തിലാണ്. അതായത് ഇല്ലാത്തൊരു ലക്ഷ്യം, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഇപ്പൊ തുറപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷനായി. അപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പരാജയം സംഭവിച്ചു. കൃത്യമായ ലക്ഷ്യം റെജീം ചേഞ്ച് പറഞ്ഞു, സാധിച്ചിട്ടില്ല. ന്യൂക്ലിയർ ഡിസാർമമെന്റ് പറഞ്ഞു, സാധിച്ചിട്ടില്ല. ഇവരുമായിട്ടൊരു ഡീല് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അതേപോലെ പ്രോക്സികളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു, സാധിച്ചിട്ടില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ 100 ദിവസത്തിനിടയിൽ ലോകത്ത് മൊത്തമുള്ള എല്ലാ രാജ്യങ്ങളെയും, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളെയൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി എന്നതിനപ്പുറം വലിയൊരു നേട്ടം അമേരിക്കയ്ക്ക് നേടാൻ സാധിച്ചിട്ടില്ല. അവർക്കും പ്രതിസന്ധിയുണ്ട്. ഇപ്പൊ നമ്മളിവിടെ, ഞാൻ ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷനോടുകൂടി പറയുന്ന കാര്യമല്ല ഇത്, എങ്കിലും നമ്മളിപ്പം കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നത് പെട്രോൾ വില ഇന്ത്യയിൽ കൂടുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ 10% പോലും നമ്മുടെ ഇവിടെ കൂടിയിട്ടില്ല. ഈ പറയുന്ന യുദ്ധം തുടങ്ങിയ, ഇസ്രായേലിന് വേണ്ടി യുദ്ധം തുടങ്ങിയ അമേരിക്കയിലെ 50%-അടുത്താണ് പെട്രോൾ വില കൂടിയിരിക്കുന്നത്, 50%-അടുത്താണ് ഡീസൽ വില കൂടിയിരിക്കുന്നത്, 20%-അടുത്താണ് ട്രാവൽ എക്സ്പെൻസസ്. അതായത് കഴിഞ്ഞ വർഷം 1 ലക്ഷം രൂപയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത ഒരാൾ ഈ വർഷം 1,20,000 രൂപ കൊടുക്കേണ്ട അവസ്ഥ. പേഴ്സണൽ സേവിങ്സ് വളരെ തുച്ഛമായ നിലയിലേക്ക് കുറയുന്ന ഒരു അവസ്ഥ. ഇതൊക്കെ അവിടെ ഇരിക്കുന്ന അമേരിക്കക്കാരനെ വരെ ബാധിക്കുന്നു എന്ന് കാണുമ്പോഴത്തേക്കും ഇതിന്റെ പരാജയം എത്രമാത്രം അമേരിക്കയും എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ കണക്കുകൾ വെച്ച് നോക്കിയപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുന്ന ആയിക്കോട്ടെ, കുറെയൊക്കെ പ്രോക്സികളുടെ സ്ട്രെങ്ത് ഇല്ലാതാക്കുന്ന ആയിക്കോട്ടെ, അമേരിക്ക നേടിയിട്ടുണ്ട്, ഇല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഈ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തതിന്റെ ഒരു നാണക്കേട് തീർച്ചയായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എലക്ഷൻ അടുത്തു വരുന്നു എന്നുള്ളൊരു ഭയം മറുവശത്തുണ്ട്, രണ്ടു കൂട്ടർക്കും. നെതന്യാഹുവിന് ഒക്ടോബർ 27 ഇലക്ഷൻ വരികയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്ഥാനം തെറിച്ചേക്കാം. ഇപ്പോഴത്തെ സർവേ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് പോലും താല്പര്യമില്ലാത്തൊരു പ്രൈം മിനിസ്റ്ററായി മാറിക്കഴിഞ്ഞു. അപ്പൊ അവിടെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ത്രെറ്റ് നിൽക്കുന്നു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നവംബറിൽ മിഡ് ടേംസ് വരുമ്പോൾ സെനറ്റും കോൺഗ്രസും ഉള്ള സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള ഭയം നിൽക്കുന്നു. അപ്പൊ ഇരു കൂട്ടരുടെയും ശക്തിയെയും പ്രാധാന്യത്തെയും ഒരുപക്ഷെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിലുള്ള എലക്ഷൻസ് വരാനിരിക്കുമ്പോഴത്തേക്കും ഇറാൻ അറിയാവുന്ന ഒരു കാര്യമാണ്, ഇത് എത്രത്തോളം മുന്നോട്ട് നീങ്ങുന്നോ അത്രത്തോളം അമേരിക്കയുടെ നെഗോഷിയേഷൻ പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ട്രംപ് പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നതുകൊണ്ട് ഇറാൻ ആഗ്രഹിക്കുന്നത് മുന്നോട്ട് പൊക്കോട്ടെ എന്നാണ്. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ നഷ്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് മിഡിൽ ഈസ്റ്റ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കലും മിഡിൽ ഈസ്റ്റിനെ ഈ ഒരു രീതി കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് പേരും പൊക്കോണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഇന്നിപ്പം മറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾ അവരുടെ 60%-ലേറെയുള്ള ഓയിൽ നീഡ്സിനായിട്ട്, ഓൺ ആവറേജ് 60%-ലേറെ ഓയിൽ നീഡ്സിനായിട്ട് നമ്മൾ സമീപിച്ചുകൊണ്ടിരുന്ന ഗൾഫ് രാജ്യങ്ങളാണ്. ഇപ്പൊ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് പ്രശ്നം വന്നതോടെ ഒരു കാര്യം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മനസ്സിലായി. ഇന്ത്യ മാത്രമല്ല, മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ ഒക്കെ തന്നെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവിടെയൊക്കെ നഷ്ടം ഉണ്ടാകുന്നത് മിഡിൽ ഈസ്റ്റിനാണ്. അതേപോലെ ദുബായ് പോലെ, സിംഗപ്പൂർ പോലെ വളർന്നു വന്ന ദുബായ്ക്കൊക്കെ അവിടെ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആൾക്കാർക്കിടയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നഷ്ടം മിഡിൽ ഈസ്റ്റിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നഷ്ടങ്ങളുടെ കണക്ക് നമുക്ക് വേണമെങ്കിൽ നിരത്താമെന്നല്ലാതെ ഇവിടെ ഒരു ലക്ഷ്യം കണ്ടെത്താൻ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇനി മുന്നോട്ട് ദിവസങ്ങൾ നീളും തോറും അമേരിക്കയ്ക്കും ഇസ്രായേലിനും നെഗോഷിയേഷൻ പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ കാണേണ്ടത് ഇറാനാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ ഓൺ പേപ്പർ മറ്റ് കണക്കുകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, പെർസ്പെക്റ്റീവ് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇറാൻ വിജയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇറാന് ചെറുത്ത് നിൽക്കാൻ സാധിച്ചത് തന്നെ അവരുടെ ഒരു വിജയമാണ്. മാത്രമല്ല, ഇതിൻ്റെ അതൊരു പ്രശ്നം ഇതാണ്, അതായത് അമേരിക്കയ്ക്ക് നേരത്തെ ശ്രീ ജോസഫ് ആന്റണി പറഞ്ഞ പോലെ തന്നെ അമേരിക്കയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടാനുണ്ട്, ഇസ്രായേലിനെ നഷ്ടപ്പെടാനുണ്ട്. പക്ഷെ ഇറാനൊന്നും നഷ്ടപ്പെടാനില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്താ ഇതിൽ കൂടുതൽ പറയാനുള്ളത്? ലോകത്തുള്ള എല്ലാ സാങ്ഷൻസും അവർക്ക് മേലെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ടെററിസ്റ്റ് സംഘടന മുദ്ര കുത്തിയ IRGC ആണ് അവരെ റൺ ചെയ്യുന്നതെന്നൊരു ഒരു വാദമുണ്ട്.
അവിടുത്തെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു, ഇൻഫ്ലേഷൻ അനുഭവിക്കുന്നു വാദമുണ്ട്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് വാദമുണ്ട്. അപ്പൊ ഇതിൽ കൂടുതൽ അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറൻസിയോ ഏത് കാര്യം പറഞ്ഞാണ് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവിടെ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ പറ്റുക. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. ഇലക്ഷൻ വരുന്നു, എയ്പാക്ക് പോലുള്ള ഇസ്രായേലി സംഘടനകൾക്ക് ഉത്തരം പറയുന്ന ഒരു സിറ്റുവേഷൻ വരാം, രാഷ്ട്രീയക്കാർക്ക്. അതേപോലെ ലോകത്തെ ഏറ്റവും വലിയ എക്കോണമി എന്നുള്ള ഒരു ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡെമോക്രസി എന്നുള്ള ഒരു വില അവിടെ നഷ്ടപ്പെടുന്നു. അവരുടെ ഗ്ലോബൽ കറൻസിയായ ഡോളറിനെ ഉള്ള പ്രാധാന്യം നഷ്ടപ്പെടുന്നു. ആളുകൾ ഡോളറിൽ നിന്ന് അകന്നു പോകുന്നു. അപ്പൊ അമേരിക്കയ്ക്ക് ഒരുപാട് നഷ്ടപ്പെടാനുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആദ്യ ദിനങ്ങളിലെ പോലെ അമേരിക്കയ്ക്ക് നെഗോഷിയേഷൻ പവർ കാണണമെന്നില്ല ഇനിയുള്ള ദിവസം. ശരി, എന്താണ് സമാധാന ചർച്ചകളുടെ ഭാവി എന്നതിലേക്ക് കൂടി നമുക്ക് എത്താം. അതിനു മുമ്പ് ശ്രീ സജിമോൻ ആന്റണി, ഈ യുദ്ധം തുടങ്ങിയത് ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ചാണ്. പക്ഷേ ഈ 100 ദിവസത്തിനിടയിൽ പല ഘട്ടങ്ങളിൽ രണ്ട് രാഷ്ട്രങ്ങളും രണ്ട് വഴിക്കാണോ എന്ന് തോന്നിപ്പോകുന്ന സാഹചര്യങ്ങൾ പലതുണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ള ട്രംപിന്റെ ഭാഗത്തു നിന്ന് തന്നെയുള്ള പ്രതികരണം, ഭ്രാന്തൻ എന്ന നെതന്യാഹുവിനെ വിളിക്കേണ്ടി വന്നു എന്ന് സമ്മതിക്കേണ്ടി വന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ ട്രംപിന്. മാത്രവുമല്ല, താൻ ഇല്ലായിരുന്നുവെങ്കിൽ ജീവനോടെ ഉണ്ടാവില്ല നെതന്യാഹു, രക്ഷിച്ചത് താനാണ് എന്നൊരു അവകാശവാദവും ട്രംപ് ഉയർത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അമേരിക്കയ്ക്ക് നേരെ വരെ മൊസാദിന്റെ ചാരക്കണ്ണുകളുണ്ട് എന്ന് വ്യക്തമാകുന്നു. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ നീക്കം ഇസ്രയേൽ ആ രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് ചാരപ്പണിയിലൂടെ എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ നിലയിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ബന്ധം തീർത്തും വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ 100 ദിവസം എത്തിച്ചിട്ടുണ്ടോ? പരസ്പര വിശ്വാസം ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ നഷ്ടമായിട്ടുണ്ടോ? അമേരിക്കയെ കുഴിയിൽ ചാടിച്ചത് യഥാർത്ഥത്തിൽ നെതന്യാഹു ആണോ? രേണുക, ഈ 100 ദിവസം പിന്നിടുന്ന ഇന്ന് നമ്മൾ പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പറയാനുള്ളത്, വേൾഡ് കളക്റ്റീവ്ലി ഫെയിൽഡ്. അതാണ് ഫസ്റ്റ് സെന്റൻസ് എൻ്റെ മനസ്സിൽ വരുന്നത്. രണ്ടാമത്തേത്, ആക്ച്വലി അമേരിക്കയും ഇറാനും ഇതിനകത്ത് ഇസ്രായേൽ ഉൾപ്പെടെ, എക്സെപ്റ്റ് ഇസ്രായേൽ, ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും ഒരു സേഫ് എക്സിറ്റ് ആണ് നോക്കുന്നത് എന്നുള്ളതാണ് ഈ 2 സെന്റൻസ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ 100 ദിവസത്തിൽ ആരൊക്കെ എന്തൊക്കെ നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധം ഒരിക്കലും ഒന്നും നേടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഒന്നും കൂടെ ലോകത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു യുദ്ധമാണ് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 3800 തൊട്ട് 6000 പേര് കൊല്ലപ്പെട്ടു, ഇൻക്ലൂഡിങ് സം ചിൽഡ്രൻസ്. അമേരിക്കൻ ലൈഫ് ലോസ്റ്റ് ആയി. ഫ്യൂ എയർക്രാഫ്റ്റ് താഴെ പോയി. ന്യൂക്ലിയർ ബോംബ് എടുക്കാനാണ് പോയത്. ആ ന്യൂക്ലിയർ ബോംബ് സ്റ്റിൽ ദെയർ, മേ ബി ഡാമേജ്ഡ്, എന്നാലും അത് അവിടെ തന്നെ ഉണ്ട്. എന്നാൽ അതോടൊപ്പം നമ്മൾ വേറൊരു ബോംബ് കൂടെ ഇൻവെന്റ് ചെയ്തു. അതാണ് ഹോർമൂസ് ബോംബ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനൊരു റിമോട്ട് യുദ്ധം വരുമ്പം ആ യുദ്ധത്തിന്റെ സൈഡ് ഇഫക്റ്റ് ആ രാജ്യത്തെയും അല്ലെ പോകുന്ന കൺട്രിയിലും മാത്രമായിരുന്നുവെങ്കിൽ ഇത് ലോകമാകമാനം ഒരുമിച്ച് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഇക്കണോമിക്കൽ നെഗറ്റിവിറ്റി ലോകത്തിൽ എല്ലാവർക്കും വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ യുദ്ധം കൊണ്ടുപോയി. വേൾഡ് ലീഡേഴ്സിന്റെ ഇടയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഡിപ്ലോമാറ്റിക് ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.